ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ. എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉത്രം അവസാനത്തെ മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി, അതായത് കന്നിരാശിയുടെ ഏപ്രിൽ മാസഫലമാണ് പറയുന്നത്. ശനി 2025 മാർച്ച് മാസം 30-ാം തീയതി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു. ആയതിനാൽ കണ്ടകശനിക്കാലം കന്നിക്കൂറുകാർക്ക് ആരംഭിച്ചിരിക്കുന്നതിനാലും വിദേശവാസ യോഗം കാണുന്നുണ്ടെങ്കിലും അത് വളരെ ആലോചിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. കാരണം ധനനഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. കൃഷി, വ്യവസായം തുടങ്ങിയവ ചെയ്യുന്നവർക്ക് അതിൽ നിന്നുള്ള ഫലപ്രദമായ വരുമാനം ലഭ്യമാകാതെ വരുന്നത് കൊണ്ടുള്ള മനോവിഷമവും ഉണ്ടാവാൻ ഇടയുണ്ട്. കന്നിരാശിയുള്ളവർക്ക് ഇപ്പോൾ പഠനം, തൊഴിൽ എന്നിവയ്ക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. ജോലിയിലുള്ളവർക്ക് പ്രമോഷനും അനുകൂലമായ സ്ഥലം മാറ്റങ്ങളും അനുഭവവേദ്യമാവുന്നതാണ്. കഠിനാധ്വാനത്തിലൂടെ ഈ ഏപ്രിൽ മാസം ജോലി സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സാധ്യമാവുന്നതാണ്. ശനിദോഷത്തിൽ നിന്ന് പൂർണ്ണമായും സ്വയമേവ രക്ഷ നേടുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ എങ്ങനെ സാധിക്കാമെന്ന് ഈ വീഡിയോയുടെ അവസാനം വിവരിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ കണ്ടകശനി ദോഷം എല്ലാ കാര്യങ്ങളിലുമുള്ള താമസവും തടസ്സങ്ങളും വിദ്യാർത്ഥികൾക്കും പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കും സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ശത്രുതാപരമായുള്ള പെരുമാറ്റം മൂലം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സമയമാണിത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് കൂട്ടാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ആലോചിച്ചതിനു ശേഷമായിരിക്കണം. കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. വ്യാഴം അനുകൂല ഭാവത്തിലായതുകൊണ്ട് ദോഷഫലങ്ങൾ കുറവായി അനുഭവപ്പെടുമെങ്കിലും ശിവന് കൂവളമാലയും പിറകുവിളക്കും ജലധാരയും ശാസ്താവിന് നീരാഞ്ജനവും വഴിപാടുകൾ ശനിയാഴ്ച തോറും നടത്തി വരികയാണെങ്കിൽ ശനിഗ്രഹത്തിന്റെ ദോഷങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും മുക്തി നേടാനാവും. എന്നാൽ ശനിദോഷത്തിൽ നിന്ന് പൂർണ്ണമായും സ്വയമേവ രക്ഷ നേടുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ ആദ്യത്തെ 14 ദിവസങ്ങളിൽ ചെയ്യേണ്ടതെന്തെല്ലാമെന്ന് ഇനി പറയാം. നിരന്തര പരിശ്രമത്തിലൂടെ ദിനചര്യയിലൂടെ ശനിദോഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായുള്ള ഈ ധ്യാനമുറയിലൂടെ കന്നിരാശിക്കാരുടെ എല്ലാ തരത്തിലുമുള്ള ശനിദോഷങ്ങളിൽ നിന്നും പൂർണ്ണമുക്തി നേടാവുന്നതാണ്. കുറഞ്ഞത് 1 നാഴിക നേരമെങ്കിലും, അതായത് 20 മിനിറ്റ് സമയമെങ്കിലും 108 ദിവസങ്ങൾ തുടർച്ചയായി ധ്യാനം അനുഷ്ഠിക്കുകയാണെങ്കിൽ ശനിദോഷങ്ങളിൽ നിന്നും പൂർണ്ണമുക്തി നേടുന്നതായി നിങ്ങൾക്കു തന്നെ അനുഭവവേദ്യമാവുന്നതാണ്. പൂർണ്ണമുക്തി നേടിയെങ്കിലും കണ്ടകശനി 2027 ജൂലൈ മാസം വരെ തുടരുന്നതിനാൽ ഒരു ദിനചര്യ പോലെ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ തുടർന്നു കൊണ്ടുപോകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങളില്ലാതെ ഇനി നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. ആദ്യമായി സുഖാസനസ്ഥനാവുക, അതായത് നടുവ് നിവർന്നിരിക്കുക. സാവധാനം കണ്ണടച്ചുകൊണ്ട് അനുലോമ വിലോമം എന്ന പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഈ പ്രാണായാമം ചെയ്യാൻ അറിയില്ലെങ്കിൽ ദീർഘമായി ശ്വാസനിശ്വാസം നടത്തിയാൽ മതി. ദീർഘമായി ശ്വസിക്കേണ്ടതാണ് എന്നർത്ഥം. ഇപ്രകാരം ദീർഘനിശ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെ ഒരു മരക്കൊമ്പിൽ നിന്നും വേറൊരു മരക്കൊമ്പിലേക്ക്, ആ മരക്കൊമ്പിൽ നിന്നും തൂങ്ങിയാടി പിന്നീട് വേറൊരു കൊമ്പിലേക്ക് എന്ന വണ്ണം മനസ്സ് ഓരോ കാര്യങ്ങളിൽ നിന്നും വേറെ കാര്യങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ മനസ്സിനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. വീണ്ടും കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയാലും വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 ആഴ്ചകളിൽ എല്ലാ ദിവസവും തുടർച്ചയായി 20 മിനിറ്റ് നേരം ഈ ശ്വാസനിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. ഇതാണ് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ ആദ്യത്തെ ധ്യാനമുറ. അടുത്ത വീഡിയോയിലൂടെ ഈ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ 2ാമത്തെ ധ്യാനമുറ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും ഉഗ്ര നരസിംഹമൂർത്തിയുടെ
അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം.